Hello and welcome to Simply Nadan and this is me and Benjamin. നമ്മുടെ യൂഷ്വലി ഉള്ള എപ്പിസോഡ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത്. രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് നൈറ്റ് ജോയിൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. യു ക്യാൻ സീ ഇറ്റ്സ് നൈറ്റ് ടൈം ആൻഡ് ഐ മീൻ പനമ്പള്ളി നഗർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ തട്ടുകടയാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി. സോ രണ്ടിടത്ത് നമ്മളിന്ന് പോകുന്നുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ബാർബിക്യൂ ജോയിൻ്റ് ആണ് ആൻഡ് ദി അതർ വൺ ഇസ് ലൈക്ക് ചെന്നൈ തട്ട് ദോശ കിട്ടുന്ന ഒരു സ്ഥലമാണ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽസ് ആണ്. ഒരെണ്ണം ബാർബിക്യൂ മാത്രം അവൈലബിൾ ആണ്, മറ്റേതിൽ ദോശയാണ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് അല്ലേ നമുക്ക് ബാർബിക്യൂ ഓൺ വീലിലേക്ക് പോകാം. ബാർബിക്യൂ ഓൺ വീൽ എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ ഉണ്ട്, ബാർബിക്യൂ ആൻഡ് ഇറ്റ്സ് ഓൺ വീൽ. സോ വിൽ ഗോ ദേർ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാർബിക്യൂ ഓൺ വീൽസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. സോ ഇവിടുത്തെ ചേട്ടൻ്റെ പേര് ഹാരിസ്. സോ ചേട്ടാ ഹായ്. ആൻഡ് സോ ഈ ചേട്ടനാണ് ഇതിന്റെ ഫുൾ ഇൻചാർജ് അല്ലേ? അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ഇതിനെ കുറിച്ചുള്ള ബാർബിക്യൂ ഓൺ വീൽസ് എന്താണ്? ബാർബിക്യൂ ഓൺ വീൽസ് ഗ്രില്ലഡ് ചിക്കൻ ഇതാണ്. ഓക്കെ, അതില് നമ്മൾ സ്പെഷ്യൽ ചെയ്യുന്നത് ഈ ലെഗ് ആൻഡ് വിങ്സ് ബാർബിക്യൂ സോസ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ബാർബിക്യൂ സോസ് ഇല്ല, ബാർബിക്യൂ സോസ് ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ കബാബ്സ് ചെയ്യുന്നുണ്ട്. കബാബ്സില് ഡെയിലി ഫ്ലേവർ 4 ഫ്ലേവേഴ്സ് ഉണ്ട്. ഇപ്പം 2 ഫ്ലേവേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അത് ഞങ്ങളൊരു 2 വീക്സിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഇതിലിപ്പോ ഒരു ടിക്ക പെപ്പർ, ഇതാണ് ഇപ്പൊ കോമൺ ആയിട്ട് കൂടുതൽ പോകുന്നത്. അപ്പൊ ബേസിക്കലി നമ്മുടെ ഈ മേടിക്കാൻ കിട്ടുന്ന സോസസിന് പകരം നമ്മുടെ നാടൻ ഞാൻ തന്നെ ഒരു മസാല ഉണ്ടാക്കി, സ്പെഷ്യൽ മസാല ഒന്നും പറയത്തില്ല. ഓക്കെ, സീക്രട്ട് ആണ്. ഓക്കെ, അപ്പൊ അതൊരു ബിസിനസ് സീക്രട്ട് ആണ്. ഓക്കെ, അത് ഞാൻ ചോദിക്കുന്നില്ല. സോ ഇത് ടിക്ക ആൻഡ് ഇത് പെപ്പർ. ഇപ്പൊ ഇത് രണ്ടുമാണോ അതോ? ഇത് രണ്ട്. പിന്നെ ഇതിൽ കബാബ് സ്റ്റിക്കാണ് ഞങ്ങൾ അവിടെ മെനുവിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫ്ലേവർ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വേറെ എന്തൊക്കെയാണ്? വേറെ ഉള്ളത് മലായി ഉണ്ട്, പിന്നെ ഹരിയാലി, പിന്നെ ഒരു ചില്ലി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഹരിയാലി, ചില്ലി, പിന്നെ ടിക്ക. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ മാറിക്കൊണ്ട് ഇതിന് 2 വീക്സിൽ മാറും. ഇന്നിപ്പോ ഉള്ളത് ടിക്ക ആൻഡ് പെപ്പർ. ഓക്കെ, നമ്മളിപ്പോ എന്താണ് കാണിച്ചു തരാൻ വേണ്ടി? ഇവിടെ പോവാം. പിന്നെ ലെഗ് പീസ് എന്ന് പറയുന്നത് ഇതാണ്, ഡ്രം സ്റ്റിക്ക്. അത് 2 പീസ് പ്ലേറ്റിലുണ്ട്. അപ്പൊ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് ബാർബിക്യൂ ലെഗ്സ് ഉണ്ട്, ബാർബിക്യൂ വിങ്സ് ഉണ്ട്, എക്സ്ട്രാ കുബൂസ്. അല്ല, കുബൂസ് നമ്മുടെ എല്ലാ ഇതിന്റെ കൂടെ കുബൂസ് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇത് കൊടുക്കും. ശരി, ബാർബിക്യൂ സ്ട്രിപ്സ് ഉണ്ട്. സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ ഈ ചിക്കന്റെ ഒരു ടെൻഡർ പീസ് ആണ്. അതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെയ്തിട്ട് എടുക്കുന്നത്. ബാർബിക്യൂ കബാബ് സ്റ്റിക്കും സീ കബാബും. സീ കബാബ് എന്ന് പറയുന്നത് ബീഫാണ്, ചിക്കൻ അല്ല, മിൻസഡ് ബീഫാണ് സീ കബാബ്. ശരി. അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ ബാർബിക്യൂ ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പനമ്പള്ളി നഗറിൽ വന്നത്? പനമ്പള്ളി നഗറിൽ ഞാൻ ഇത് എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ഇതിനൊരു ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. പിന്നെ ഞാൻ പുറത്തായിരുന്നു, 10-20 കൊല്ലം ഞാൻ ഗൾഫിലായിരുന്നു. എനിക്ക് ഇതിന്റെ ഈ ഗ്രില്ലഡ് ചിക്കൻ്റെ ഇതൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഇവിടെ ഇതിന് ഇത് ചെയ്യണം എന്നുള്ള ഒരു ഇത് തോന്നുന്നേരം അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വന്ന് ഞാന് പിന്നെ താലന്റ് ഇതൊക്കെ ഞാൻ ഇതിൽ കണ്ടിട്ടായിരുന്നു. അപ്പൊ അതില് ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് ഫുഡിനകത്ത് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് സേഫ്റ്റി. ഇത് ഞങ്ങൾ കനല് കത്തിക്കുന്നുണ്ട്, പെട്രോൾ ഡീസൽ ഇതൊന്നും. അപ്പൊ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഈവനിങ് എത്ര മണി തൊട്ടുണ്ട്? 6 o'clock. 6 o'clock to up to നമ്മൾ ഓഫ് സ്റ്റോക്ക് ആണ് ചെയ്യുന്നത്. അതായത് 10-11 എപ്പോൾ സ്റ്റോക്ക് ഇരുന്നോ അപ്പോൾ വെയിറ്റിംഗ് പോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇപ്പൊ നമുക്ക് ഇത്ര ആള് വരും എന്നൊക്കെ ഏകദേശം ഐഡിയ. ഇതില് സോസും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. സോസ് മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് ചെയ്യുന്നുള്ളൂ. സോസൊക്കെ ഉണ്ടാക്കുന്നത് അത് ഒന്ന് ഗാർലിക് സോസ് ആണ്, പിന്നെ ഒന്ന് മീൻ ചട്നി. ഇതിന്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൽ ഹൈജീനിക് ആയിട്ടുള്ള എല്ലാം
ഇതാണ് നാച്ചുറൽ ആണ്. അപ്പൊ എവിടെ വീടൊക്കെ? ഞാൻ സ്വന്തം സ്ഥലം കണ്ണൂരാണ്. കണ്ണൂരാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയാണ് താമസം ഇപ്പൊ ഇവിടെ താമസം. ഓക്കെ. ഇങ്ങനെയാണ് പ്ലേറ്റിംഗ് വരുന്നത്. ഒരു കുബൂസ് ഉണ്ട്, ഇത്ര 5 പീസും മിൻ ചട്നി ഗാർലിക് സോസ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് നാച്ചുറൽ ആണ്. ഞങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. കളേഴ്സോ എക്സ്ട്രാ ആയിട്ടുള്ള സോസ് അങ്ങനത്തെ ഉള്ള ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ഹരിയാലി ചിക്കൻ അപ്പൊ അതിന് എന്തായിരിക്കും? ഇതിന് ഹരിയാലിക്ക് വേറെ ഇതിന് പെപ്പറിൽ ചെയ്യുന്നത് ഗ്രീൻ ചില്ലിയും പെപ്പറും മാത്രമാണ്. അത് സ്പൈസി കൂടുതലാണ്. ഗ്രീൻ ചില്ലി പെപ്പറും പിന്നെ അതിൽ ഗാർലിക് ജിഞ്ചർ ഒക്കെ വരുന്നുണ്ട്. സ്ട്രീറ്റ് ഫുഡ് ആകുമ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ തന്നെ നിന്ന് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം പിന്നെ ഞാൻ ഇപ്പം തന്നെ ഐ ജസ്റ്റ് ടേസ്റ്റ് ആൻഡ് ടെൽ യു എങ്ങനെയുണ്ടെന്ന്. ചട്നി വെരി ഗുഡ്. ചിക്കൻ സൂപ്പർ സോഫ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അതാണ് ഞങ്ങൾ ഇത് ജ്യൂസി ആയിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഫ്രഷ് ഓർഡർ അനുസരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഗ്രില്ല് വെക്കുള്ളൂ. അന്നേരം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കും. മാരിനേറ്റ് ചെയ്ത് കാലത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 5 hour ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഇവിടെ വരുന്നത് അതിന്റെ ഇത്ര നല്ല ജ്യൂസി ആയിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഇതില് നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ട് ഇവിടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ജ്യൂസി ആയിട്ട് കിട്ടില്ല. അതെ, നമ്മൾ ആ ഓർഡർ അനുസരിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോഴേ ജ്യൂസി ആയിട്ട്. Do come here, barbecue on wheels, 6 to up to 10 or 11 സ്റ്റോക്ക് തീരുന്ന അവിടെ അടുത്തായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ഒരു വേറൊരു ഫുഡ് ജോയിൻ്റ് ആണ്. അതിൻ്റെ പേരാണ് ചെന്നൈ തട്ട് ദോശ എന്നാണ്. സോ പേര് പോലെ തന്നെ ചെന്നൈയിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദോശകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇവിടുത്തെ രാത്രിയിലത്തെ തിരക്ക് കണ്ടിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ കയറിയിട്ടുള്ളത്. സോ ഐ എം വെരി മച്ച് അവെയർ ഓഫ് ദി amount of people who come in over here. ആൻഡ് ഇവിടുത്തെ ഫുഡ് ഇസ് വെരി 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 ടേസ്റ്റി. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ വി വാണ്ടഡ് ടു ഷൂട്ട് സോ ദാറ്റ് ബാക്കിയുള്ള ആൾക്കാർക്കും വന്ന് കഴിക്കാൻ വേണ്ടി. സോ നമുക്ക് ആദ്യമേ തന്നെ അകത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാം. ചെന്നൈ തട്ട് ദോശയിലാണ്. ആൻഡ് ദിസ് ഇസ് ശങ്കർ ചേട്ടനാണ്. ശങ്കർ ചേട്ടനാണ് ഇവിടുത്തെ ദോശയൊക്കെ പരത്തി എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞോളൂ. എന്തൊക്കെയാണ് അതെ, ആ ഫ്രണ്ടിലെ ലിസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇഷ്ടംപോലെ ദോശയുടെ വെറൈറ്റീസ് തന്നെ ഉണ്ട്. അപ്പൊ വേറെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാ മലയാളികളുടെയൊക്കെ സാധാരണ ഫേവറേറ്റ് ആയിട്ടുള്ള ദോശയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, പ്ലെയിൻ ദോശ. ഇത് പ്ലെയിൻ ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇഷ്ടംപോലെ ഓർഡേഴ്സ് വരും. അപ്പോൾ നമുക്ക് കാണാൻ അന്നേരം അതിന് മുന്നായിട്ട് ഇവിടുത്തെ ടൈമിങ്സ് ഒക്കെ ഒന്ന് പറയാം. എത്ര മണി തൊട്ട് എത്ര മണി വരെ ആണെന്ന് പറയാം. 6:30 to 2 മണി. ഓക്കെ. സോ 6:30 തൊട്ടാണ് തുടങ്ങുന്നത്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മനോരമ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റിലായിട്ട് കാണാം. 6:30 to 1:32 വരെ എങ്ങനെയാണ് 5:30 വരെ ഉണ്ടാവും. 5:30 മണി 5:30 വരെ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങനെയാണ്. വെജ് 3 in 1. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മസാല? ഇതിനകത്ത് മല്ലിച്ചമന്തി മസാല, ടൊമാറ്റോ ഫ്രൈ, നല്ല ചമ്മന്തി ഉണ്ട്,
ഓക്കെ, ആദ്യം ഇപ്പോൾ ഒഴിച്ചേക്കുന്നത് പുതിന ചട്നിയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിപ്പോൾ എന്താ ഒഴിച്ചേക്കുന്നത്? വെജിറ്റബിളോ? ടൊമാറ്റോ ഫ്രൈ. വെജ് വെജിൻ്റെ മസാല. അടുത്തത് പൊട്ടാറ്റോ. മസാല ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നല്ലേ? ഇത് 3 in 1 ആണ്. ഒരെണ്ണം പുതിന ചട്നി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പൊട്ടാറ്റോ ടൊമാറ്റോ ഫ്രൈയും പൊട്ടാറ്റോ, ഇത് 3 ചെയ്തേക്കുന്നത്. ചമ്മന്തിപ്പൊടി ചട്നിപ്പൊടി. ഓക്കെ, 2 വെജിറ്റബിൾ പിന്നെ അടുത്തടിക്കാൻ പോണത് എഗ് മല്ലിപ്പൊടി മസാല. എഗ് മല്ലിപ്പൊടി മസാല. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നോൺ സ്റ്റോപ്പ് ദോശ ഉണ്ടാക്കലല്ലേ? 6 മണി തൊട്ട് രാത്രി 2 മണി വരെ അല്ലേ? അപ്പൊ ഇതൊരൊറ്റ ബ്രാഞ്ചല്ലേ ഉള്ളു നമുക്ക്? എത്ര നാളായി തുടങ്ങിയിട്ട്? അതും കൂടെ പറഞ്ഞു. 5 വർഷം. 5 വർഷം. സൗത്തിലുണ്ടായിരുന്നു നമുക്ക്. സൗത്തിൽ അവിടെ 10-12 കൊല്ലം. ഇതാവളെ സൗത്തിൽ പറഞ്ഞുണ്ടായിരുന്നു. അതായത് അവിടെ മെട്രോ പണി കാരണം കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങോട്ട് മാറി. അടുത്ത് ഫോർട്ട് കൊച്ചി പറഞ്ഞ പുതിയ തോപ്പുണ്ട്. അവിടെ ദോശപ്പുറം പറഞ്ഞു. ദോശപ്പുറം. ഇത് എഗ് മല്ലിപ്പൊടി മസാല. ഓക്കെ, സോ മുട്ട ഒരു സൈഡിൽ ഇട്ട് അതിന്റെ പുറവശത്താണ് ചട്നി ഇട്ട് ചെയ്യുന്നത്. മല്ലിച്ചമ്മന്തി, പൊട്ടോട്ടോ മസാല. ഓക്കെ, സോ ഇവിടെ ഇതല്ലാതെ എന്തെങ്കിലും കാപ്പി അങ്ങനെയൊക്കെ ഉണ്ടോ? രാത്രിയിൽ കാപ്പി അങ്ങനെയൊക്കെ ഉണ്ടോ? രാത്രി കട്ടൻ കാപ്പി ഉണ്ടോ? അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് കാടമുട്ടയുടെ ആണ്. കാടമുട്ടയൊക്കെ നമ്മളിവിടെ പൊട്ടിച്ച് കഴിഞ്ഞേക്കാണ്. ഒരു പൊടി മസാല ഉണ്ടല്ലോ, ഇതാണ് കാടക് ദോശ. കുറച്ചുകൂടി ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കലക്കിയാണ്. അപ്പം അതെന്താണെന്ന് ഇപ്പോൾ ഒന്ന് കാണാം. ബേസിക്കലി മുട്ട വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കലക്കി എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ബുൾസൈ ആണ്. കാടമുട്ട ബുൾസൈ ആണ് ചെയ്യുന്നത്. കാട ബുൾസൈ ദോശയാണ് ചെയ്യുന്നത്.
So, എൻ്റെ കാടമുട്ട ബുൾസൈ ദോശ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കലക്കിയും റെഡി ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. താങ്ക് യു. ഓക്കെ, സോ നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കി. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ദോശയാണുള്ളത്. ലൈക്ക് മല്ലിപ്പൊടി ദോശ, പൊടി ദോശ, ഓണിയൻ പൊടി ദോശ, പിന്നെ ബുൾസൈ ദോശ, കലക്കിയുണ്ട്. കലക്കിയും ബുൾസൈ ദോശയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ ആദ്യമായിട്ട് തന്നെ ഇത് തന്നെ ടേസ്റ്റ് ചെയ്യാം. കലക്കി തന്നെ ടേസ്റ്റ് ചെയ്യാം. ബിക്കോസ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ് അന്നേരം തന്നെ കഴിച്ചപ്പം. സോ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. ഐ ജസ്റ്റ് ടേസ്റ്റ് ദിസ്. സോ ഇത് ബേസിക്കലി നമ്മുടെ മുട്ട ഫുള്ളി കുക്കായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു കുറച്ച് കലക്കി രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് കലക്കി ഇട്ടേക്കുന്നത്. കൂടാതെ നെയ്യും കുറച്ച് പെപ്പർ പൗഡറും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ മസാലയായിട്ട് ഇത് തന്നേക്കുന്നത്. സോ ജസ്റ്റ് ടേസ്റ്റ് ദിസ്. യമീനസ്. മുട്ട ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഡെഫിനറ്റായിട്ട് ഇത് ഇഷ്ടപ്പെടും. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വായിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഇത് ഞാനിപ്പോൾ തൽക്കാലത്തിൽ നിർത്തിയിട്ട് മുട്ടയുടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. മുട്ട ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 18 ട്രേസ് ഇൻറ്റു 30 അത്രയുള്ള മുട്ടയുടെ വെറൈറ്റീസ് ഓഫ് ദോശയാണ് ഒരു ദിവസം തന്നെ ഉണ്ടാക്കുന്നത്. ഐ ജസ്റ്റ് കീപ് ദിസ് അസൈഡ്. നമ്മുടെ കാടമുട്ട ബുൾസയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. യെസ്, സോ ഇതിനകത്ത് ഇഷ്ടം പോലെ പൊടിയുണ്ട്. കാടമുട്ട ഇതിനകത്ത് ഓൾറെഡി ബേസ്റ്റായി. ഇതിൻ്റെ കൂടെ തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ട്, വൈറ്റ് സാമ്പാറുണ്ട്, ചെറിയൊരു ചട്നിയുണ്ട്, വേറൊരു ചട്നിയുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 6 തൊട്ട് രാത്രി ഒരു 1:30-2 മണി വരെയാണ് പോകുന്നത്. സോ ഇനി ഫോർട്ട് കൊച്ചിയിലൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ചെന്നൈ തട്ട് ദോശ എവിടെയാണെന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് നമ്മുടെ മനോരമയ്ക്ക് പോകുന്ന കടവന്ത്രയിൽ നിന്ന് മനോരമയ്ക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് കാണും. പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നേരെ കാണാം. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ മിസ്സാവത്തേ ഇല്ല. ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഐ ഗിവ് യു എ റിവ്യൂ. സൂപ്പർ. സോ നമ്മുടെ യൂഷ്വൽ എപ്പിസോഡ്സിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു എപ്പിസോഡാണ് ഈ പ്രാവശ്യം ചെയ്തത്. ബിക്കോസ് ഒരു നൈറ്റ് ജോയിൻസ് അല്ലെ നൈറ്റ് ഫുഡ് ജോയിൻസ് വന്നിട്ട് ടേസ്റ്റ് ചെയ്യുക, അവിടുത്തെ ഫുഡ് കാണുക, അവിടുത്തെ ലൈവ്ലി അറ്റ്മോസ്ഫിയർ ഒന്ന് ഫീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആണ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് സ്പെഷ്യലി ദ ഫുഡ് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ്. ലൈക്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും തട്ടുകട എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ ഡെഫിനറ്റായിട്ട് ഇന്ന് നമ്മൾ പോയിട്ടുള്ള ജോയിൻസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡു കം ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് ഓൾസോ. ഇത് പനമ്പള്ളി നഗർ കടവന്ത്ര ഏരിയയിലുള്ള അടുത്തുള്ളതാണ് ഇതെല്ലാം. ഒരെണ്ണം നമ്മൾ കണ്ടത് പനമ്പള്ളി നഗറാണ്, വേറൊരെണ്ണം കണ്ടത് നമ്മുടെ മനോരമ ജംഗ്ഷന് നേരെ മുന്നായിട്ടുള്ളതാണ്. സോ കം ഹിയർ ആൻഡ് ട്രൈ ഔട്ട് ദ ഫുഡ് ബിക്കോസ് ഇറ്റ്സ് എക്സലൻറ്റ്. ദോശയ്ക്കാണെങ്കിൽ ഇവിടെ പോകണം, ബാബിക്ക് പോകണം അവിടെ പോകണം. So I'll see you all next week in a new taste or something more of Simply Narayan food. Till then, bye.